മദ്യപിക്കുന്നവന്റെ ഈമാൻ മാറി നിൽക്കുമെന്നൊക്കെ സൂചിപ്പിച്ചത്, സിനാ ചെയ്യുന്നവന്റെ ഈമാൻ മാറി നിൽക്കുമെന്ന് സൂചിപ്പിച്ചത്. അതുകൊണ്ട് തിന്മയിൽ അകപ്പെട്ട് കിടക്കുന്ന എങ്ങനെ ഇപ്പൊ നമ്മൾ ഇത് നന്നാക്കുക? ഈ ചിന്ത, പടച്ചോനെ ഇപ്പോ നാട്ടിലാരും കാണാനില്ല, സുഹൃത്തുക്കളാരും അറിയാനില്ല, ഒറ്റപ്പെട്ടൊരു സന്ദർഭത്തിലാണെങ്കിലും മദ്യപിച്ചത് ആരും അറിയുന്നില്ല, വ്യഭിചരിച്ചത് ആരും അറിയുന്നില്ല, ഈ കുറ്റം ചെയ്യുന്നത് ആരും അറിയുന്നില്ലെന്ന് ചിന്തിക്കുന്ന മനുഷ്യനെപ്പോഴും ഈ സമയത്താണ് എൻ്റെ റൂഹ് വേർപെടുന്നതെങ്കിലോ ആരറിഞ്ഞാലും ആരറിഞ്ഞില്ലെങ്കിലും തിരിച്ചുപോക്ക് ഭയാനകമായിരിക്കും, കിടക്കേണ്ടത് നരകത്തിലായിരിക്കുമെന്ന് ചിന്തിക്കുമ്പോ ആ തിന്മയിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അതാണ് മരണചിന്ത മനുഷ്യനെ നന്നാക്കുമെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, എല്ലാ രസച്ചരടുകളും മുറിഞ്ഞു പോകുന്ന മരണത്തെ നിങ്ങൾ ഓർമ്മ വർദ്ധിപ്പിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ സജീവമായി മനുഷ്യ മനസ്സുകളിൽ മരണപ്പെടുമെന്നുള്ള ചിന്ത നന്മയിലേക്ക് വലിച്ചെടുപ്പിക്കുവാനും തിന്മയിൽ നിന്ന് മാറ്റി നിർത്തുവാനുമുള്ള ഒരു ചാലകശക്തിയായി മാറിത്തീരണം എന്നാണ്. അങ്ങനെ മാറിത്തീരുമ്പോൾ മരണം ഒരു ഉപദേശകനായി നമ്മുടെ കൂടെ ഉണ്ടാകും. അതേപ്രകാരം തന്നെ പ്രിയമുള്ളവരെ, മരിച്ചാൽ എല്ലാം അവസാനിക്കുന്നില്ല. മരണാനന്തരം ആ ലോകത്തേക്ക് കടന്നു പോകുന്ന ഓരോ മനുഷ്യർക്കും അഭിമുഖീകരിക്കേണ്ടത് മഹത്തായ ഒരു ലോകമാണ്. അതിന്റെ ശേഷമുള്ള ബർസഖിയായ ലോകവും പരലോകവും ഒക്കെ നിസ്സാരമായി തള്ളിക്കളയേണ്ടുന്ന ലോകമല്ല. ഞാനും നിങ്ങളും അഭിമുഖീകരിക്കേണ്ടുന്ന ലോകമാണ്, വരാൻ പോകുന്ന ലോകമാണ്. ഓരോരുത്തരും ആ ലോകത്ത് ഒറ്റക്കൊറ്റക്കായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണ ചെയ്യുക എന്നാണ്. പരലോകവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് അതിന്റെ കഥാപാത്രങ്ങൾ ഞാനും നിങ്ങളുമായിരിക്കും എന്നുള്ളതാണ്. അവിടെ വേറെ ആരുമല്ല. ഈ പറയാൻ പോകുന്ന വിശുദ്ധ ഖുർആനിന്റെ ഓരോ പരാമർശത്തിലും ഇവിടെ സൂചിപ്പിച്ച മരിക്കുന്ന സമയത്ത് രണ്ടാലൊരു വാക്ക് ഞാനും നിങ്ങളും പറയും. ഒന്നിൽ പടച്ചോനോട് ചോദിക്കും, പടച്ചോനെ ഒന്നുകൂടി ഒരു ചാൻസ് തരുമോ? ഞാൻ പഠിക്കാം, ഞാൻ നന്നാകാം, ഞാൻ നല്ല മനുഷ്യനാകാം, ഞാൻ ധാരാളം ദിക്റ് ചൊല്ലാം, ഖുർആൻ ഓതാം, എന്റെ പണത്തിൽ നിന്ന് ഞാൻ കൊടുക്കാം, എന്റെ കുടുംബത്തെ ഞാൻ നോക്കാം, അങ്ങനെ റബ്ബ് എന്തൊക്കെ പറഞ്ഞോ ഞാൻ അങ്ങനെ നല്ലവനായി ജീവിക്കാമെന്ന് പറയും. അല്ലെങ്കിൽ റബ്ബിന്റെ മലക്കുകൾ നമ്മളോട് പറയും പടച്ചോൻ ഇഷ്ടായി എന്ന്. ഈ രണ്ടാലൊരു സമീപനം ഞാൻ നിങ്ങൾ പ്രതീക്ഷിക്കണം എന്നാണ്. അപ്പോ ഇതിന്റെ കഥാപാത്രങ്ങൾ ഞാനും നിങ്ങളുമാണ്. പഴയ ഏതെങ്കിലും ചരിത്രം പറയുമ്പോൾ ഏതെങ്കിലും സഹാബികളോ ഏതെങ്കിലും ആളുകളൊക്കെ ആയിരിക്കും. പക്ഷെ ഇതിൽ ഞാനും നിങ്ങളുമാണ് ക്യാരക്ടറായിട്ട് കടന്നു വരുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മരണാനന്തര ലോകത്തെ പറ്റി പറയുമ്പോൾ കേവലം ഒരു ചരിത്രം കേൾക്കുന്നത് പോലെയല്ല, നാം അഭിമുഖീകരിക്കുന്ന ഒരു ലോകത്തേക്കുള്ളൊരു തയ്യാറെടുപ്പ് എന്നുള്ള നിലക്കായിരിക്കണം അതിനെ സമീപിക്കേണ്ടത്. അപ്പൊ മരണം എന്നുള്ളത് ഓരോരുത്തരെയും മരണാനന്തര ലോകത്തേക്കുള്ള തിരിച്ചുപോക്കിന്റെ ഒന്നാമത്തെ ഘട്ടമാണ്. ശേഷം നമ്മളെ ഖബറിൽ കൊണ്ടുപോയി വെക്കുന്ന ഖബറിനെ സംബന്ധിച്ച് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ താടിരോമങ്ങൾ നനയുമാറ് രൂപത്തിൽ അവിടുന്ന് ഖബറിനെ കണ്ടാൽ കരയുമായിരുന്നുവെന്നാണ്. ആ മഹാനുഭാവനോട് ചോദിക്കപ്പെട്ടു, എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? അവിടുന്ന് പറഞ്ഞു, ഇന്നൽ ഖബറ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, പരലോകത്തിന്റെ സങ്കേതങ്ങളിലേക്കുള്ള യാത്രയിൽ ഏറ്റവും ആദ്യത്തെ സങ്കേതം ഖബറാണ്. ആ സങ്കേതത്തിൽ അതിന്റെ സാഹിബ് രക്ഷപ്പെട്ടാൽ അതിന്റെ ശേഷമുള്ളതൊക്കെ എളുപ്പമായിരിക്കും. അവിടെ നിന്ന് പരാജയപ്പെട്ടാൽ അവിടെ നിന്ന് അങ്ങോട്ടുള്ളതൊക്കെ പരാജയവുമായിരിക്കും. നോക്കൂ നിങ്ങള്, ദുനിയാവുമായി വേർപെട്ട് പരലോകത്തേക്കുള്ള യാത്രയിൽ ഒരു മനുഷ്യനോട് ഏറ്റവും ആദ്യം ചോദിക്കപ്പെടുന്ന ചോദ്യം എന്താ? അത് ഖബറിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ചില ആളുകളോട് ചോദ്യം തുടങ്ങുന്നതാണ് ഖുർആന്റെ സൂചനയിൽ നിന്ന് മനസ്സിലാകുന്നത്. അത് കേവലം വിചാരണ എന്നുള്ള നിലക്കല്ല, ബോധ്യപ്പെടുത്തലുകളാണ്. കാരണം ജീവിതകാലം മുഴുവനും അള്ളാഹുവിന്റെ അനുഗ്രഹം അനുഭവിച്ച് ജീവിക്കുന്ന ഞാനും നിങ്ങളും, എന്നിട്ടോ അള്ളാഹുവാണ് എല്ലാം നൽകുന്നത് എന്ന് ബോധമുള്ള ഞാനും നിങ്ങളും. എന്നാൽ നമ്മിൽ ചില ആളുകൾ ഇതൊക്കെ ബോധമുണ്ടായിട്ട് കൂടി അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. മരിക്കുന്ന സന്ദർഭത്തിൽ പോലും പടച്ചോനല്ലാത്തവരുടെ തുണ വേണമെന്ന് ചോദിക്കുന്ന ആളുകളില്ലേ? ദാഹം മൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളെ തുണ റബ്ബനാ. ബദരീങ്ങളെ തുണ അപ്പോഴും വേണമെന്ന് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്.
ഒറ്റപ്പെടുന്ന മരണ സമയത്ത് അസ്ഹാബുൽ ബദരീങ്ങളെ കാവലിലേകല്ലാ. ആ സമയത്തൊക്കെ ബദരീങ്ങളെ തുണ വേണം. അതേ പ്രകാരം തന്നെ മുഹീദ്ദീൻ ശൈഖിന്റെ തുണ വേണമെന്നൊക്കെ പ്രാർത്ഥിക്കുന്ന ആളുകളില്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ മരണപ്പെടുന്ന ആളുകളോട് മലായിക്കത്തുകൾ വന്നുകൊണ്ട് ചോദ്യം ചോദിക്കുമത്രേ, ഐനമാ കുന്തും തദ്ഊന മിൻ ദൂനില്ലാഹ്. ഈ പറച്ചലൊക്കെ മരിക്കുന്ന സന്ദർഭം വരെ ഉണ്ടാവുള്ളൂ എന്നാണ്. ഹത്താ ഇദാ ജാഅത്തുഹും റുസുലനാ യതവഫൗനഹും ഖാലൂ. അവരുടെ ആത്മാക്കളെ ഏറ്റെടുക്കാൻ വരുന്ന മലക്കുകൾ അവരോട് ചോദിക്കും, ഐനമാ കുന്തും തദ്ഊന മിൻ ദൂനില്ലാഹ്. എവിടെ പോയി മനുഷ്യന്മാരെ, നിങ്ങൾ എവിടെ പോയി മനുഷ്യ? അല്ലാഹു അല്ലാത്ത ആളുകളെ നീ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നവരൊക്കെ എവിടെ പോയി? അവിടെ നിന്ന് അങ്ങോട്ട് തന്നെ അവനെ ബോധ്യപ്പെടുത്തുന്നതാണ്, പടച്ചോനല്ലാത്ത ആരും നിന്നെ സഹായിക്കാനില്ല. ശേഷം പ്രിയമുള്ളവരെ, ഖബറിലെത്തിക്കഴിഞ്ഞാൽ ചോദ്യമുണ്ട്. ആ ഖബറിന്റെ ചോദ്യങ്ങളിൽപ്പെട്ട ഒരു ചോദ്യമാണല്ലോ വമാ ഇമാമുക, നീ എന്തിനെ പിൻപറ്റിയായിരുന്നു ജീവിച്ചത് എന്ന്. എന്താ ഞാനും നിങ്ങളും മറുപടി പറയേണ്ടത്? വഖുർആനു ഇമാമീ, ഞാൻ പിൻപറ്റി ജീവിച്ചത് ഖുർആനാണ്. നിന്റെ ഇമാം ആരാന്നല്ല, നിന്റെ ഇമാം ഏതാണ്? ആ ചോദ്യത്തിന് ഷാഫി ഇമാമെന്നോ ഹനഫി ഇമാമെന്നോ ഹംബലി ഇമാമെന്നോ മാലിക് ഇമാമിയെന്നോ ഉത്തരല്ല പറയേണ്ടത്. ഞാൻ പിൻപറ്റി ജീവിച്ചത് ഖുർആനാണെന്ന് ഞാനും നിങ്ങളും ഉത്തരം പറയണം. ഖബറിന്റെ ജീവിതത്തെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചിട്ടുണ്ട്. ചോദ്യം ചോദിക്കാൻ മലക്കുകൾ വരുമെന്നും ചോദ്യം തുടങ്ങുമെന്നും ആ ചോദ്യത്തിന് മൻ റബ്ബുക, നിന്റെ റബ്ബാരാണ്, നിന്റെ ദീനേതാണ്, ഈ പ്രവാചകൻ ആരാണ് എന്നൊക്കെയുള്ള ചോദ്യത്തിന് അല്ലാഹു റബ്ബി വ മുഹമ്മദുൻ നബി എന്നുള്ള ഉത്തരം വളരെ കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്ന ആളുകൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹത്തിന്റെ കവാടമായ സ്വർഗത്തിലേക്കുള്ള കവാടം തുറന്നു കൊടുക്കുമെന്നും നം കനൗമത്തിൽ അറൂസ്, പുതുമണവാളൻ ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കോ എന്നും അവരോട് പറയുമെന്നത്രേ. അല്ലാഹുവിന്റെ അനുഗ്രഹത്തിൽ അതേ പ്രകാരം തന്നെ ആ മയ്യത്തിന്റെ, ആ കബറാളിയുടെ അടുക്കലേക്ക് ഒരു നല്ല മനുഷ്യൻ വന്ന് പ്രത്യക്ഷപ്പെടുമെന്നും അദ്ദേഹത്തെ കാണുമ്പോൾ ഈ കബറാളി ചോദിക്കുമെന്നും, ആരാ നീ, നിന്നെ എനിക്ക് പരിചയമില്ലല്ലോ എന്ന ചോദ്യത്തിന് ഞാൻ നിന്റെ അമലു സ്വാലിഹാത്തുകളാണെന്ന് ആ മനുഷ്യൻ മറുപടി പറയുമെന്നും അവന്റെ നേരം പോക്കിന് വേണ്ടി അദ്ദേഹം കൂട്ടുണ്ടാകുമെന്നും ഒക്കെ ഹദീസുകളിൽ വന്ന പരാമർശങ്ങളാണ്. ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. അതേ പ്രകാരം തന്നെ ചീത്തയായ മനുഷ്യനോ, ഓൻ ഖുർആൻ പഠിച്ചിട്ടില്ല, ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ ശ്രമിച്ചിട്ടില്ല, ഖുർആനാണ് എന്റെ ഇമാം എന്ന് മറുപടി പറയാൻ അവന് കഴിഞ്ഞിട്ടുമില്ല, അതേ പ്രകാരം തന്നെ അള്ളാഹുവിനെ അവന്റെ രക്ഷിതാവായി അവൻ സ്വീകരിച്ചില്ല, ഏത് വിഷമഘട്ടങ്ങളിലും എനിക്ക് റബ്ബ് മതി എന്നുള്ള തീരുമാനത്തിൽ അടിയുറച്ചു നിൽക്കാൻ അവന് സാധിച്ചിട്ടില്ല, മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏത് വിഷയത്തിലും പിൻപറ്റുന്ന പ്രവാചകനായിട്ട് അംഗീകരിക്കാൻ സാധിച്ചിട്ടില്ല, അങ്ങനെ പ്രയാസപ്പെടുന്ന ഒരു വ്യക്തി ഖബറും പുറത്തു നിന്നിട്ട് പറഞ്ഞെന്നാൽ ഉത്തരം പറയാൻ കഴിയില്ലട്ടോ. അങ്ങനുണ്ട്. ഖബറും പുറത്ത് വന്നിട്ട് ഇങ്ങനെ തൽക്കീനിലൂടെ ചൊല്ലിക്കൊടുക്കും, ഇദാ ജാഅക്കൽ മലക്കാനി കരീമാനി, രണ്ട് മലക്കുകൾ നിന്റെ അടുത്തേക്ക് ഇപ്പൊ വരും കേട്ടോ, എന്നിട്ട് നിന്നോട് അവർ ചോദ്യം ചോദിക്കും കേട്ടോ, എന്നാ നീ മറുപടി പറഞ്ഞോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരാമർശമുണ്ട്, എന്ന് ചില ഒരു ഏർപ്പാടുണ്ട്. അങ്ങനെ മറുപടി പറയാൻ സാധിക്കുമെന്ന് കരുതണ്ട. ഇത് ആളെ പറ്റിക്കാനുള്ള പരീക്ഷ അല്ല. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പരീക്ഷ എഴുതുമ്പോൾ കോപ്പി അടിക്കുക. ഇതെന്തിനുള്ള ചോദ്യമാണ്? പടച്ചവൻ എല്ലാം അറിയുന്ന മഹാ അല്ലാഹുവാണ്. ആ പടച്ചതമ്പുരാൻ ചോദ്യം ഏർപ്പെടുത്തിയിട്ടുള്ളത് നമ്മെ ബോധ്യപ്പെടുത്താനാണ്. പറയേണ്ടത് ജീവിതത്തിൽ പകർത്തിയ കാര്യങ്ങളാണ്. അപ്പൊ കേവലം മുകളിൽ നിന്ന് പറഞ്ഞെന്നാൽ പറയാൻ കഴിയുമെന്നുള്ള അന്ധവിശ്വാസം കൊണ്ട് നടക്കേണ്ടതില്ല. അങ്ങനെ മറുപടി പറയാൻ കഴിയാതെ ലാ അതിരി എന്ന് പറയുന്ന മനുഷ്യന് മലക്കുകളുടെ ദണ്ഡനങ്ങൾ ഏൽക്കേണ്ടി വരുമെന്നും ആ മനുഷ്യന്റെ കരച്ചൽ ചക്രവാളങ്ങളിലേക്ക് വ്യാപിക്കുമെന്നും ആ മനുഷ്യന് നരകം കാണിക്കപ്പെടുമെന്നും അതേ പ്രകാരം തന്നെ അന്ത്യനാള് വരെ പല രൂപത്തിലുള്ള ബർസഖിയായ അദാബുകൾ അവൻ അനുഭവിക്കേണ്ടി വരികയും ചെയ്യുമെന്ന് ഹദീസുകളിൽ നിന്ന് ബോധ്യപ്പെടുന്ന യാഥാർത്ഥ്യമാണ്. ബർസഖിയായ ലോകത്ത് ഒരുപാട് ശിക്ഷകളുണ്ട്. അപ്പൊ ചില ആൾക്കാരൊക്കെ ചോദിച്ചേക്കാം, അപ്പോ ഈ മരിച്ച മയ്യത്തിനൊന്നും ഒരാൾ ഖബർ അടക്കിയില്ലെങ്കിലോ, കത്തിച്ചു കളഞ്ഞാലോ, കടലിലെറിഞ്ഞാലോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പ്രിയമുള്ളവരെ, ഇമാം ഗസ്സാലി റഹിമഹുല്ലാഹ് തന്റെ ഇഹ്യയില്
ബർസഖിയായ ലോകത്ത് അനുഭവിക്കുന്ന രക്ഷാശിക്ഷകളെ പറ്റി വിശദീകരിച്ചെടുത്ത് കാണാം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസപ്രകാരം ബർസഖിയായ ലോകത്ത് ചോദ്യമുണ്ട്, രക്ഷാശിക്ഷകൾ എന്നുള്ള രൂപത്തിൽ പലതും അനുഭവിക്കാനുണ്ട്. അത് കേവലം സ്ഥൂല ശരീരത്തോടു കൂടി ആകണമെന്നില്ല എന്നാണ്. എന്നിട്ട് അദ്ദേഹം അതിന്റെ ഉദാഹരണം സൂചിപ്പിക്കാറുണ്ട്. ഒരു മനുഷ്യൻ നമ്മുടെ അടുത്ത് ഇങ്ങനെ കിടന്നുറങ്ങുന്ന മനുഷ്യന്റെ അടുത്ത് നമ്മൾ പോയി ഇങ്ങനെ നിൽക്കുന്നു. പെട്ടെന്ന് ഇയാൾ ഞെട്ടി എണീറ്റിട്ട് പറയുന്നു, എനിക്ക് ദാഹിക്കുന്നു, വെള്ളം തരണം, എന്റെ പിറകിലൊരു ആന ഓടിയിട്ടുണ്ട്, ഞാൻ വല്ലാതെ വിയർക്കാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും? നിനക്ക് ദാഹല്ല, നീ ഒന്നും കണ്ടിട്ടില്ല, നീ ഒന്നും അനുഭവിച്ചിട്ടില്ല എന്ന് പറയാൻ നമ്മളാരും ഒരിക്കലും അവനോട് പറയാറില്ല. കാരണം എന്താ? അവൻ അനുഭവിച്ചിട്ടുണ്ട്, അതൊരു സ്വപ്നമാണ്. ആ സ്വപ്നത്തിൽ അവനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നാണ്. ഇതേ പ്രകാരം തന്നെയാണ് മരിച്ച മയ്യത്തിന്റെ അനുഭവം. റൂഹിയായ ആത്മീയമായ ഒരു അനുഭവം അവൻ അനുഭവിക്കേണ്ടതുണ്ട്. അത് ശാരീരികമായി അനുഭവിക്കുന്നത് പോലെ തന്നെ പ്രയാസമുള്ളത് തന്നെയാണ്. നമ്മൾ ആ പ്രയാസം അനുഭവിക്കാറുണ്ട്. സ്വപ്നത്തിൽ കണ്ട കാര്യം കൊണ്ടാണ് ദാഹം വന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആ ലോകത്ത് രക്ഷാശിക്ഷകൾ ഉണ്ടാകുമെന്നുള്ളത് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമാണ്. അതേ പ്രകാരം തന്നെ പ്രിയമുള്ളവരെ,